രാവിലെ ചായയൊക്കെ റെഡിയായി. അപ്പം ചായയൊക്കെ ഒന്ന് ആറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്കിത്തിരി വയ്യാത്ത ദിവസമായിരുന്നു. അപ്പം രാവിലെ എങ്ങനെയൊക്കെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാന്നുള്ള രീതിയിൽ പെട്ടെന്നങ്ങ് വെണ്ടയ്ക്ക രാവിലെ അങ്ങ് മെഴുക്കുവരട്ടിക്ക് വേണ്ടി വെച്ചായിരുന്നു. അങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അങ്ങ് റെഡിയായി. പിന്നെ പയർ അരിഞ്ഞ് വെച്ചായിരുന്നു. ഞാനിപ്പം ഇച്ചിരി ചീനച്ചട്ടി വെച്ചിട്ട് കടുക് ഇട്ടിട്ട് അതിലേക്ക് സവാള വഴറ്റി അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തത് ഇന്നലെ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ബോൺലെസ് ചിക്കൻ്റെ അകത്ത് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ ചിക്കൻ്റെ അകത്ത് ഇത്തിരി കോൺഫ്ലോറും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുരട്ടി അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിപ്പോൾ എടുത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഉരുളി വറുത്തന്നേരം അതൊന്ന് അടുക്കി പിടിക്കുന്നതുകൊണ്ട് പിന്നെ ഫ്രൈ പാൻ എടുത്ത് നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ട് എല്ലാ ചിക്കനും ഒന്ന് വറുത്തെടുത്ത് പിന്നെ അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം ഉരുളിക്കകത്ത് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഏലക്ക 2 ബേ ലീഫ് ആ സവാള ഏലക്ക ഒന്ന് പൊട്ടിയതിന് ശേഷം സവാള ഇട്ടാൽ മതിയേ. അപ്പോൾ ഞാൻ അറിയാതെ സവാള എടുത്തങ്ങ് ഇട്ടതാണ്. ഏലക്ക ഇവിടെ അധികം ചേർക്കുന്നത് ഇവിടുത്തെ പോളിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏലക്കയെ ചേർത്തുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ബേ ലീഫും. എന്നിട്ട് ഇതിലേക്ക് ആ സവാള ഇട്ടൊന്ന് വാട്ടി ഒരു 5-6 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പം ചേർത്തില്ല, പിന്നീടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഇഞ്ചി പേസ്റ്റ് ചേർത്തത്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി ബിരിയാണി മസാല ചേർത്തു. അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരി ഞാൻ കുതിർത്തൊന്നും വെച്ചില്ല, ഉടനെ കഴുകി അങ്ങ് ഇടുമായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ ആ ബേ ലീഫൊക്കെ എടുത്തങ്ങ് മാറ്റിയേ. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഇച്ചിരിയും വെള്ളം ഇനിയും കിടപ്പുണ്ട്. ആ തവിയുടെ മൂടും കൊണ്ട് നോക്കിയുണ്ടെ അടിയിൽ ഇച്ചിരി വെള്ളമുണ്ട്. അതുകൊണ്ട് ഞാൻ തീ ഏറ്റവും കുറച്ചിട്ട് 10 മിനിറ്റ് അടച്ചിട്ട് കൊടുത്ത് അതിനുശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയുണ്ടെ അടിയിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി. ഞാനിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും തീ അങ്ങ് ഓഫാക്കിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം അതൊന്ന് എല്ലാം ഒന്ന് കുതിർന്ന് കയറി വരും. അപ്പോൾ ഞാനിപ്പോൾ തുറന്ന് നോക്കിയുണ്ടെ അതെല്ലാം നന്നായി വെന്ത് റൈസൊക്കെ ഒന്ന് കുതിർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച് ചിക്കനൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ റൈത്ത ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയില്ല, അച്ചാറുള്ളത് കൊണ്ട് പപ്പടവും അച്ചാറും കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.